ബ്രൂവറി വിഷയത്തിൽ എലപ്പുള്ളി CPM പ്രാദേശിക ഘടകത്തിന്റെ ആവശ്യം തള്ളി സംസ്ഥാന നേതൃത്വം. വിഷയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. വിഷയത്തിൽ CPIക്ക് ഭിന്നാഭിപ്രായമില്ലെന്നും MV ഗോവിന്ദൻ കൊച്ചിയിൽ പറഞ്ഞു. തിരിച്ച് പ്രശ്നം കൈകാര്യം ചെയ്യണമെന്നാണ്. അത് തന്നെ ഞങ്ങളുടെ അഭിപ്രായം. വേറെ എന്താ സംശയം? ഉള്ളതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നേ. കൊച്ചിയിൽ നിന്ന് രേഷ്മയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രേഷ്മ, ഇപ്പോൾ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. CPIക്ക് ഭിന്നാഭിപ്രായമില്ലെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദൃശ്യ, എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPIക്ക് ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകണമെന്നാണ് CPIയുടെ നിലപാട്. അതേ നിലപാടിനൊപ്പം തന്നെയാണ് തങ്ങളുമെന്നും MV ഗോവിന്ദൻ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ എലപ്പുള്ളിയിലെ CPM പ്രാദേശിക ഘടകം ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷെ അത് അപ്പാടെ തള്ളിക്കൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആ നിലപാടിനൊപ്പം തന്നെയാണെന്ന് പറയുന്നതിനൊപ്പം ഈ ഒരു വിഷയം സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇരട്ടത്താപ്പ് നയം തന്നെയാണ് ഇക്കാര്യത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പ്രാദേശിക ഘടകം പറയുന്നത് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ജനങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ അതിന് മറുപടി വേണം എന്നുള്ളതാണ് പ്രാദേശിക ഘടകത്തിന്റെ നിലപാട്. അതിനനുസൃതമായിട്ടാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്തത്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. CPI ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ, അല്ലെങ്കിൽ CPIക്ക് ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമില്ല, CPMന്റെ അതേ നിലപാട് തന്നെയാണ് CPIക്കും ഉള്ളത് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുള്ള CPIയുടെ നിലപാടിനൊപ്പമാണ് തങ്ങളെന്ന് പറയുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് എടുക്കില്ല എന്ന് അസന്നിഗ്ധമായി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയത്. അതായത് 23-24 വർഷത്തെ, അതായത് 2023-24 വർഷത്തെ എക്സൈസ് നയത്തിന്റെ ഭാഗമായിട്ടാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുത്തത്. അതിൽ അഴിമതി ഉയർന്നിട്ടുണ്ടെന്നുള്ള ആരോപണമടക്കം മുഖ്യമന്ത്രി തള്ളുകയും ചെയ്തിരുന്നു. സമാനമായിട്ടുള്ള നിലപാട് രാഷ്ട്രീയപരമായിട്ട് നിലവിൽ CPM സ്വീകരിച്ചിരിക്കുകയാണ്. എന്തായാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, അതോടൊപ്പം തന്നെ ഒരു ഇരട്ടത്താപ്പ് നയം കൂടി CPM പുറത്ത് വിട്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ സമ്മേളനത്തിൽ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ദൃശ്യ, പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരുണ്ട്. അരുൺ, ബ്രൂവറി വിഷയം വിഷയത്തിലെ എലപ്പുള്ളി CPM പ്രാദേശിക ഘടകത്തിന്റെ ആവശ്യം ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതേസമയം മന്ത്രി കൃഷ്ണൻകുട്ടിയും പറയുകയുണ്ടായി, ജനങ്ങളും അതുപോലെ തന്നെ ആരും തന്നെ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായി. ആ സമയത്താണ് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും CPMന്റെ പ്രാദേശിക നേതൃത്വത്തിന് അതിന്റെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഉള്ളത്. പക്ഷേ അത് അവർ കഴിഞ്ഞ ദിവസം ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ അത് തിരിച്ചടിയാവുമെന്നൊക്കെ ഈ CPMന്റെ പ്രാദേശിക നേതൃത്വം ജില്ലാ സമ്മേളനത്തിൽ കൃത്യമായിട്ട് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ജില്ലാ നേതൃത്വമാണെങ്കിലും അതല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമാണെങ്കിലും ആ പ്രാദേശിക നേതാക്കളുടെ വാക്കുകൾ അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ ഈ ഒയാസിസ് കമ്പനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ജില്ലാ സമ്മേളനത്തിൽ തന്നെ MV ഗോവിന്ദൻ വീണ്ടും ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ് ഈ മദ്യനിർമ്മാണ കമ്പനി ജനങ്ങൾക്ക് ദോഷം ചെയ്യില്ല, മാത്രമല്ല സംസ്ഥാനത്തിന് വേണ്ട സ്പിരിറ്റ് അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 5 ഏക്കറിൽ ഒരു കുളം, അല്ലെങ്കിൽ 5 ഏക്കറിൽ ഒരു മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ട് ഈ മദ്യ നിർമ്മാണത്തിന് ആവശ്യമായ വെള്ളം കണ്ടെത്തുമെന്ന് ഉൾപ്പെടെയായിരുന്നു നേരത്തെ MV ഗോവിന്ദൻ പറഞ്ഞത്. ഇന്നലെ ആ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ ഉൾപ്പെടെ അത് ആവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്.
അതേസമയം തന്നെ മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്, ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. പ്രദേശത്തെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല പ്രദേശത്തെ ജനങ്ങൾ ഇന്നും കൃഷിക്കും മറ്റും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ പശ്ചാത്തലത്തിൽ എന്തടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇത് ജനങ്ങളെ ബാധിക്കില്ല എന്ന് പറയുന്നത് എന്നുള്ളതാണ് എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ചോദിക്കുന്നത്. തങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും, യാതൊരു കാരണവശാലും ഈ കമ്പനി വരാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് എലപ്പുള്ളി പഞ്ചായത്ത്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.